നമസ്കാരം. ഒരു ഭരണാധികാരി എങ്ങനെ ആകരുത് എന്ന് ട്രംപ് കാണിച്ചു തരുന്നുണ്ട്. ഓരോ മണ്ടൻ തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ ഓരോ നിലപാടുകളും ട്രംപ് സ്വീകരിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറ തന്നെ തകർക്കുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രീതി ഇതൊക്കെയാണ്. ഇപ്പോഴിതാ താരിഫ് എന്ന പേരിൽ കടുത്ത വ്യവസ്ഥകൾ രാജ്യങ്ങൾക്ക് നേരെ ചുമത്തുന്ന ട്രംപിന്റെ നടപടി 2008 വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴി തെളിയിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് അമേരിക്കൻ സെനറ്റർ കൂടിയായ സാമ്പത്തിക വിദഗ്ധ എലിസബത്ത് വാറൻ. 2008 കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അമേരിക്ക നേരിട്ടത്. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നുപോവുകയായിരുന്നു അമേരിക്ക അന്ന്. അമേരിക്കയുടെ അന്നത്തെ സ്ഥിതി വ്യക്തമായി പ്രവചിച്ച ഹാർവാർഡ് പ്രൊഫസർ എലിസബത്ത് വാറൻ തന്നെയാണ് ഇന്ന് ട്രംപിന്റെ നയങ്ങൾ 2008 കണ്ടതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. റഷ്യയെ പ്രകോപിപ്പിച്ച് പണിവാങ്ങാൻ നടക്കുന്നതിനാൽ ട്രംപ് ഇതൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക വീണ്ടും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നത് എന്ന കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നുണ്ട് വാറൻ. അടുത്ത സാമ്പത്തിക തകർച്ച ഉടനെ ഉണ്ടാവുമെന്നല്ല, പക്ഷേ ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പോലുള്ള രാഷ്ട്രീയ അജണ്ടകൾ അമേരിക്കയുടെ സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കും. താരിഫുകൾ ഉപഭോക്താക്കൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുമ്പോൾ ബിസിനസ്സുകൾ പുതിയ നിക്ഷേപങ്ങൾ നിർത്തിവെക്കുകയും വായ്പാ ലഭ്യത കടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിസന്ധിയോടൊപ്പം നിയമങ്ങളും നടപടികളും ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വർദ്ധിച്ചു വരുന്ന ഉപഭോക്താ കടം കുതിച്ചുയരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ട്രംപിന്റെ പുതിയ ബിൽ മൂലം വഷളായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ കടം ആ ഒരു സാമ്പത്തിക സ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നതാണ്. ട്രംപിന്റെ നിരന്തരമായ സാമ്പത്തിക നയങ്ങൾ 6 മാസത്തിലേറെയായി വിപണികളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഇതാദ്യമല്ല ഉയരുന്നത്. ട്രംപിന്റെ അടുത്തിടെ പാസായ ബിൽ അമേരിക്കയുടെ നിലവിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനരഹിതമാണ്. ഉപഭോക്താ ധനകാര്യ സംരക്ഷണ ബ്യൂറോ പോലുള്ള ഏജൻസികളുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് അപകടകരമാണ്. സാമ്പത്തിക സുരക്ഷാ സംവിധാനങ്ങൾ പൊളിച്ചു മാറ്റുന്നത് 2008 സംഭവിച്ച തകർച്ചയിലേക്ക് നയിച്ച കാര്യങ്ങളുടെ തുടർച്ചയാണെന്നാണ് വാറൻ പറയുന്നത്. ട്രംപിന്റെ താരിഫ് യുദ്ധം, പ്രത്യേകിച്ച് ചൈനയുമായുള്ളത്, ഇതിനകം തന്നെ അമേരിക്കൻ നിർമ്മാതാക്കളെയും ഉപഭോക്താക്കളെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇത് ഏറ്റവും ഭീമമായ പണപ്പെരുപ്പ് സാധ്യതയുടെ സൂചനകളാണെന്നാണ് വാറൻ സൂചിപ്പിക്കുന്നത്. ഈ അസ്ഥിരമായ വ്യാപാര നയ അന്താരാഷ്ട്ര സഖ്യകക്ഷികളെ അകറ്റുക മാത്രമല്ല, വിപണികളിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും അതോടൊപ്പം ദീർഘകാല ബിസിനസ് നിക്ഷേപത്തെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക വളർച്ച കൂടുതൽ മന്ദഗതിയിലേക്ക് നീങ്ങാനും സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയുന്ന 2 നിർണായക ഘടകങ്ങളാണിവ. സമ്പന്നർക്ക് അനുകൂലമായ എന്നാൽ സാധാരണക്കാരുടെ നട്ടെല്ലൊടിക്കുന്ന ട്രംപിന്റെ വ്യാപകമായ നികുതി ഇളവുകൾ ദേശീയ കടം കുതിച്ച് ഉയരുന്നതിലേക്കാണ് കാര്യങ്ങൾ നയിക്കുന്നത്. തികച്ചും ഉത്തരവാദിത്തമില്ലാത്ത ഈ സാമ്പത്തിക നയം ദീർഘകാല സാമ്പത്തിക സ്ഥിരതയെ അപകടത്തിലാക്കിയിട്ടുണ്ടെന്നാണ് വാറൻ ഉയർത്തുന്ന വാദം. ഇതിന്റെ ഫലമായി പൊതു നിക്ഷേപം ഉണ്ടാകുന്നില്ല. അതേസമയം പൊതുകടം അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുന്നുവെന്നതും ഒരു കാര്യമാണ്. കോർപ്പറേറ്റ് ലാഭം കുതിച്ചുയരുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് ഫണ്ടില്ല. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയ്ക്ക് അത്ര ബലം പോരാ എന്നാണ് വാറൻ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതിസമ്പന്നരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. മധ്യവർഗക്കാരായ കുറഞ്ഞ വരുമാനമുള്ള ജനങ്ങളുടെ അവസ്ഥ പരിശോധിച്ചാൽ ഉപഭോക്താ കടം താങ്ങാനാവാത്ത നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നാണ് വാറൻ മുന്നറിയിപ്പ് നൽകുന്നത്. വേതന സ്തംഭനവും ചിലവുകളും വർദ്ധിച്ചു വരുന്നതിനാൽ ഇവർ കടുത്ത ബുദ്ധിമുട്ടിലാണ്. തൊഴിലാളി കുടുംബങ്ങൾ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുന്ന ദാരുണമായ അവസ്ഥയിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. 2008 വ്യക്തിഗത സാമ്പത്തിക തകർച്ചയാണ് ഇത് പ്രതിഫലിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ശക്തമായ ഓഹരി വിപണിയും GDP വളർച്ചാ കണക്കുകളും ഉണ്ടായിട്ട് പോലും അടിസ്ഥാന സമ്പദ് വ്യവസ്ഥ പൊള്ളയായി തുടരുകയാണ്. വാഗ്ദാനങ്ങൾ ധാരാളം നൽകുന്നതല്ലാതെ അതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല. അതൊരിക്കലും തൊഴിലാളി കുടുംബാംഗങ്ങളുടെ രക്ഷയ്ക്ക് എത്തില്ല എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര.
കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.